ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ചെയ്തിട്ടുള്ള തെറ്റിന് അവർക്ക് പശ്ചാത്താപമുണ്ടോ, അല്ലെങ്കിൽ അവരത് ആലോചിച്ചിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു ടൈംലെസ് ആൻഡ് കളക്റ്റീവ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ വ്യക്തിക്ക്, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളടുത്ത് ചെയ്തിട്ടുള്ള ആ തെറ്റുകൾ ഓർത്തിട്ട് പശ്ചാത്താപമുണ്ടോ, അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, മൂവ്മെന്റ്, ചോയ്സ്, ഡിസിഷൻസ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത്, ഏത് ചോയ്സാണ് എടുക്കേണ്ടത്, ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഈ ഒരു കാർഡ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് പറയാം നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ. ഓക്കെ, അവരുടെ മനസ്സിൽ കൺഫ്യൂഷനാണ്, ഏത് എടുക്കണം അല്ലെങ്കിൽ ഏത് സെലക്ട് ചെയ്യണം. മേ ബി അവരുടെ സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം നിങ്ങളൊരു ചോയ്സ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് ടാരോട്ട് കാർഡ്സ് എടുത്ത് നോക്കാം. നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിട്ട് അവർക്ക് റിഗ്രറ്റ് ഉണ്ടോ? ഫൈവ് ഓഫ് വൺസ് ആണ്. സ്റ്റാർ കാർഡ്, ടെൻ ഓഫ് സോർഡ്സ്, ബോട്ടം ഓഫ് ദ ഡെക്ക് എയ്റ്റ് ഓഫ് സോർഡ്സ് ആണ്. ഫോർ ഓഫ് വൺസ് ആണ്. ഏസ് ഓഫ് പെൻഡക്കിൾ, ഹാങ്ഡ് മാൻ, എയ്റ്റ് ഓഫ് പെൻഡക്കിൾ. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്പ്രെഡ് ഇതൊക്കെയാണ്. ഈ കാർഡ്സ് കാണുമ്പോൾ തന്നെ വ്യക്തമാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ഫൈറ്റിങ്ങിലാണ്. മേ ബി അവരുടെ സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം. തേർഡ് പാർട്ടി കാർഡ് വന്നിട്ടുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അതായത് അവർ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പുറത്തിറങ്ങാൻ പറ്റാതെ കുടുങ്ങിക്കിടക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇവിടെ വന്നു ഡിസിഷൻസ്. ഇവർക്ക് കൺഫ്യൂഷനാണ്, എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ മൂവ് ചെയ്യണം, എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്, ഇതിൽ നിന്ന് എങ്ങനെ പുറത്തിറങ്ങാം, ഏത് ചോയ്സ് ഞാൻ സെലക്ട് ചെയ്യണം എന്നൊക്കെയുള്ള കൺഫ്യൂഷനാണ് ഇവിടെ. ഇപ്പം നമ്മുടെ ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങളെക്കുറിച്ചിട്ട്, നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുള്ള തെറ്റിനെ കുറിച്ച് ആലോചിച്ചിട്ട് അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവരിത് ആലോചിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളോട് ഞാനിങ്ങനെ ചെയ്തു പോയി എന്നൊക്കെ ആലോചിക്കുന്നത് കൊണ്ടാണ് അവരെ സംബന്ധിച്ച് അവർക്ക് ഇങ്ങനൊരു എനർജിയിൽ ഇരിക്കാൻ സാധിക്കുന്നത്. ആ ഒരു കൺഫ്യൂഷൻ, ഞാൻ അതിലേക്ക് പോകണോ അല്ലെങ്കിൽ ഇതിലേക്ക് പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവർക്ക് വന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു റിഗ്രറ്റ് കാരണമാണ്. ഓക്കെ,
എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് രണ്ടുപേർക്കും മൂവ് ഓൺ ചെയ്യാൻ സാധിക്കാത്തത്. അവരുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ വളരെയധികം ഒരു ഡിപ്രഷനൊക്കെ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അവർക്ക് എവിടെയും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു തീർക്കാനോ ഒന്നും തന്നെ പറ്റുന്നില്ല. അവരെല്ലാത്തിനോടും ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരവസ്ഥയാണ്. സിറ്റുവേഷൻസ് ആണ്, ചുറ്റിനും സിറ്റുവേഷൻസ് ആണ്. ഒരു സിറ്റുവേഷൻ അവസാനിക്കുമ്പോഴത്തേക്കും അടുത്തത് വരിക. ഓക്കെ, അവരുടെ ലൈഫിലേക്ക് എന്ത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, അവസ്ഥകൾ വരുമ്പോഴും അവർ അതിലൊരു ഹോപ്പ് വെക്കും. അതായത് ഇത് അവസാനിക്കും, പിന്നെ അവർ ഫ്രീ ആകും, അല്ലെങ്കിൽ അതിൽ നിന്നും ആ ഒരു സ്ട്രെസ് അവർക്ക് മാറിക്കിട്ടും എന്ന് അവർ വിചാരിക്കും. അതിലൊരു പ്രതീക്ഷ അവർ വെക്കും. പക്ഷെ അവരെ സംബന്ധിച്ച് അത് പ്രതീക്ഷ മാത്രമായി പോവാണ്. മേ ബി ഇത് നിങ്ങളടുത്ത് ചെയ്തിട്ടുള്ള ആ ഒരു തെറ്റിന്റെ ഫലമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ അത്രത്തോളം ഹേർട്ട് ചെയ്യിപ്പിച്ചതിനുള്ള, വേദനിപ്പിച്ചതിനുള്ള ഒരു ശിക്ഷയായിട്ടായിരിക്കാം അവരിത് സ്വീകരിച്ചു വെച്ചിട്ടുള്ളത്. അത് അവർക്കറിയാം, അത് അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങളോട് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ അത് അവരുടെ മനസ്സിന് ഇപ്പോഴും അലട്ടുന്നുണ്ട്. ഓക്കെ, കാരണം ഒരു കാര്യവും ഇല്ലാതെ നിങ്ങളെ ഒഴിവാക്കി വേദനിപ്പിച്ചിട്ടുണ്ടാകാം. ആ സമയത്ത് നിങ്ങൾ എത്രയൊക്കെ അങ്ങോട്ട് നിങ്ങൾ അവരുടെ കാല് പിടിച്ച് പോയിട്ടുണ്ടാകും. നിങ്ങളില്ലാതെ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളെ ലൈഫിലേക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പോയിട്ടുണ്ടാകും. പക്ഷെ ആ വ്യക്തി നിങ്ങളെ മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പം അവരെ സംബന്ധിച്ച് നിങ്ങൾ അന്ന് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ആ ഒരു സ്റ്റേജിലൂടെ അവർ കടന്നു പോവുകയാണ്. അവർക്ക് ഫിനാൻഷ്യലി ഒക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി വരുന്നില്ല. ബിസിനസ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പം അവിടെ ഓരോ മുടക്കങ്ങൾ വരിക. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക്. ഒന്നിലും അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു മെന്റലി ഒക്കെ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ഈ പേഴ്സൺ ഉള്ളത്. ഓക്കെ, ഈ ഒരു സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അവർ ചിന്തിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുള്ള തെറ്റിനുള്ള ഒരു കർമ്മ എന്നൊക്കെ പറയാം, അങ്ങനെ അവർക്ക് തിരിച്ചു കിട്ടിയതാണ്. ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്യണം എന്നൊരു ബോധ്യം അവർക്കുണ്ട്. ഓക്കെ, ആ ഒരു ബോധം അവർക്കുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ്. അത് എന്താണെങ്കിലും, കരിയർ ആണെങ്കിലും പേഴ്സൺസ് ആണെങ്കിലും ലൈഫിൽ വന്നിട്ടുള്ള എന്ത് അവസ്ഥയാണെങ്കിലും ഈ തേർഡ് പാർട്ടി കാരണമാണ് നിങ്ങൾ ഈ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് വന്നിട്ടുള്ളത്. അതിവിടെ വ്യക്തമാണ്. അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ചോയ്സ് സെലക്ട് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ഏതിലേക്ക് മൂവ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങളോട് ചെയ്ത തെറ്റിന് അവർ പശ്ചാത്താപിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഉണ്ട്. കാര്യം അവർക്കറിയാം, അവർ ചെയ്തിട്ടുള്ളതിനുള്ള ഒരു പ്രതിഫലമാണ് അവർക്ക് കിട്ടുന്നത്. ജീവിതത്തോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് അവരിപ്പോൾ. ഓക്കെ, സാക്രിഫൈസ് നിങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടാകും. അവർക്ക് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകാം. നിങ്ങളുടെ എല്ലാ ടൈമും വേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെന്നിട്ടുണ്ടാകും. അവർ കാരണം നിങ്ങളുടെ ലൈഫ് വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പം അവർക്ക് ആ ഒരു സിറ്റുവേഷനാണ് വന്നിട്ടുള്ളത്. അവർ അവർക്കൊന്നിലും മുന്നോട്ട് അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല, ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അങ്ങനെ ആയിപ്പോയി അവര്. അതായത് നിങ്ങൾ ആദ്യം അനുഭവിച്ചിട്ടുള്ളത് അവരിപ്പോൾ അനുഭവിക്കുന്നു. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും അവർ നിങ്ങളോട് ചെയ്തതിന്റെ ഒരു ഫലമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഓക്കെ, ഇനിയിപ്പം നിങ്ങൾക്കുള്ള ഗൈഡൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താന്നുള്ളത് നോക്കാം. ഫോർ ഓഫ് പെൻഡക്കിൾ ആണ്, കിങ് ഓഫ് കപ്സ് ആണ്, ഏസ് ഓഫ് വൺസ് ആണ്. ഓക്കെ, നിങ്ങൾ വളരെയധികം സ്നേഹമുള്ള വ്യക്തികളായിരിക്കാം. ഒരു തവണ തെറ്റ് ചെയ്താലും, 2 തവണ തെറ്റ് ചെയ്താലും, 3 തവണ തെറ്റ് ചെയ്താലും നിങ്ങളടുത്തോട്ട് തിരിച്ചു വരുമ്പം നിങ്ങൾ സ്വീകരിക്കുന്നവരായിരിക്കാം. ഓക്കെ, അത് നല്ല കാര്യമാണ്. ക്ഷമിക്കുക, ക്ഷമ, നമ്മൾ ഒരാൾക്ക് ക്ഷമ കൊടുക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ഫോർഗീവ് ചെയ്യുന്നത്, നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും ശത്രുത വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തു കളയുക, ക്ഷമിച്ചു വിടുക. ഓക്കെ, ഇനിയിപ്പം അങ്ങനെ ഇല്ലാത്തവർ, ഓക്കെ, നിങ്ങൾ നല്ല ക്ഷമാശീലമുള്ളവർ എന്നല്ല ഞാൻ പറയുന്നത്.
നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്ത് ത്യാഗവും ചെയ്യുന്നവരായിരിക്കാം. അവരെത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ അവരോട് ക്ഷമിക്കുന്നവരായിരിക്കാം. അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ നിങ്ങളെ വിട്ടുകൊടുക്കാതിരിക്കുക. ഫോർഗീവ് ചെയ്യുക, ഇറ്റ്സ് ഓക്കെ പറയുക, ആ ഒരു സിറ്റുവേഷൻ അങ്ങ് വിട്ടുകളയുക. സ്നേഹം, നിങ്ങൾ ഒരുപാട് സ്നേഹമുള്ളവരാണ്, സ്നേഹം കൊടുക്കുക. പിന്നെ നിങ്ങളിവിടെ ഒരു ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, ഒരുപാട് കൊടുക്കുന്നതിൽ ഒരു ബാലൻസ് വെക്കുക. ഓക്കെ, അത് സ്നേഹമാണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും നിങ്ങൾ എന്ത് കാര്യമായിക്കോട്ടെ, നിങ്ങൾ ഒരുപാട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ബാലൻസ് നിങ്ങൾ ലൈഫിൽ കൊണ്ടുവരിക. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയ കാര്യം ചെയ്യുന്നതിൽ പോലും നമുക്ക് കർമ്മ കിട്ടും. അപ്പം നിങ്ങൾ വെറുതെ വാരിക്കോരി എന്ത് കൊടുക്കുകയാണെങ്കിലും, ഇമോഷൻസ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നെ ഒരു തിരിച്ചടിയാകും. ഓക്കെ, ഇപ്പൊ നിങ്ങളൊരു സിറ്റുവേഷൻ വളരെ എന്താ പറയുക ബുദ്ധിമുട്ടി സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കാം വന്നിട്ടുണ്ടാവുക ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം തന്നെ. അപ്പം ആ സിറ്റുവേഷൻസ് പിന്നെയും നിങ്ങളെ ജീവിതത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക. കൊടുക്കുക, പക്ഷെ അതിനൊരു ലിമിറ്റ് വെക്കുക, ബാലൻസ് വെക്കുക. ഓക്കെ, പറയുകയാണെങ്കിൽ ബൗണ്ടറീസ് വെക്കുക. ഓക്കെ, അപ്പം ഈ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക.